ഈ ക്രിസ്മസിന് A4 പേപ്പർ കൊണ്ട് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു സ്റ്റാർ ഉണ്ടാക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ A4 സൈസ് പേപ്പർ 5 എണ്ണം വേണം, സ്കെയില്, കത്രിക, ഗമ്മ്, പെൻസിൽ, ഇത്രയും മാത്രം മതി. അപ്പോൾ നമുക്ക് ആദ്യത്തെ പേപ്പർ എടുക്കാം. എന്നിട്ട് സാധാരണ നമ്മളൊരു A4 പേപ്പർ സ്ക്വയർ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഡയഗണലായിട്ട് മടക്കില്ലേ, അതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ടത് നിവർത്താം. അപ്പം നമുക്ക് ആ ഒരു മടക്ക് അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇപ്പോൾ സെൻറ്ററിൽ ഒരു ലൈൻ വന്നിട്ടുണ്ടല്ലോ, ആ ലൈനിനോട് ഈ റൈറ്റ് സൈഡുള്ള പേപ്പർ മടക്കി കൊടുക്കാം. ഇനി ഈ ലെഫ്റ്റ് സൈഡുള്ള പേപ്പർ സെൻറ്ററിലേക്ക് മടക്കി കൊടുക്കണം. പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം മടക്കിയ പേപ്പറിൻ്റെ അവിടെ ഒരു 0.5 സെൻറ്റിമീറ്റർ സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ആ പോയിന്റിലേക്ക് വേണം മടക്കി കൊടുക്കാനായിട്ട്. കാരണം നമുക്കിത് ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ ആ ഗമ്മ് തേക്കാനുള്ള അത്രയും സ്പേസ് നമ്മൾ വിട്ടിട്ട് വേണം ഈ ലെഫ്റ്റ് സൈഡുള്ള പേപ്പർ മടക്കി കൊടുക്കാനായിട്ട്. ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്ന് 4 സെൻറ്റിമീറ്റർ നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് 2 കോർണറിലേക്കും ലൈൻസ് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെയും നമുക്ക് ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പ് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ആ കോർണർ കാണുന്നില്ലെങ്കിൽ ഈ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പോയിന്റിലേക്ക് വരച്ചു കൊടുത്താൽ മതി. ആദ്യം വരച്ച ആ ഒരു ലൈനിന് പാരലായിട്ട് തൊട്ടടുത്തൊരു 0.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ലൈനോട് വരച്ചു കൊടുക്കുക 2 സൈഡിലും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാനുള്ള ലൈനാണ് കേട്ടോ. നമ്മൾ സെൻറ്ററിൽ 0.5 സെൻറ്റിമീറ്റർ വിട്ട സ്ഥലത്ത് ഗമ്മ് തേച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പോർഷൻ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. രണ്ടാമത് വരച്ച ലൈനിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ബാക്കിയുള്ള പോർഷൻസ് ഒഴിവാക്കിയിട്ട് ആ ലൈനിനോട് ചേർന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിൽ ട്രയാങ്കിൾ ഷേപ്പിൽ കൂടി ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഇനി ഈ ലൈൻ വരച്ച ഭാഗം നമുക്ക് പുറത്തോട്ടായിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ 2 സൈഡിലും അങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ബാക്ക് സൈഡിലുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാറിൻ്റെ ഓരോ പോർഷൻസും തമ്മിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷൻ നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്ക് സൈഡിലുള്ളത് നമുക്ക് വേണ്ട, അത് ഒഴിവാക്കി കൊടുക്കാം കട്ട് ചെയ്തിട്ട്. ഇതുപോലെ ടോട്ടൽ 5 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ സ്റ്റാർ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തേത് എടുക്കുക. എന്നിട്ട് എക്സ്ട്രാ എടുത്ത പോർഷൻ മുകളിലാവുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് രണ്ടാമത്തേത് വെക്കുക. എന്നിട്ട് അവിടെ ആ ഒരു എക്സ്ട്രാ വന്ന പോർഷൻ്റെ മുകളിൽ ഗമ്മ് തേച്ചിട്ട് ഒട്ടിക്കുക. ഇത്രേ ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഭാഗത്താണ് ഗമ്മ് തേക്കേണ്ടത്, അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഈ 2 സൈഡിലും ഗമ്മ് തേച്ച് കൊടുക്കുന്നുണ്ട് ആദ്യത്തേതിൻ്റെ മുകളിൽ. എന്നിട്ട് രണ്ടാമത്തെ പീസ് എടുത്തിട്ട് ആ ഒരു എക്സ്ട്രാ വരുന്ന പോർഷൻ മുകളിലാവുന്ന രീതിയിൽ തന്നെ വെക്കുക. എന്നിട്ട് ഇതേപോലെ പാരലായിട്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രേ പണിയുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ 5 എണ്ണവും ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് പുറത്തെ ഭാഗത്ത് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഗമ്മ് വെച്ച് ഒട്ടിച്ചതായിട്ടൊന്നും തോന്നില്ല. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ പോർഷനൊക്കെ എടുത്തിട്ട് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി കൂടി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് A4 സൈസ് പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതല്ലാതെ വേറെ കളർ പേപ്പേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള, വേറെ ഡിസൈനിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാറിൻ്റെ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ വിസിറ്റ് ചെയ്ത് നോക്കുക. സ്റ്റാർസിൻ്റെ വീഡിയോസ് മാത്രമല്ല, ഒരുപാട് ക്രിസ്മസ് ക്രാഫ്റ്റ്സിൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ ഈ 5 പീസസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന 2 പീസ് തമ്മിൽ യോജിപ്പിക്കാനായിട്ട് നമ്മൾ നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതൊന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 സൈഡിലും ലാസ്റ്റ് വരുന്ന പോർഷൻസിൽ ഇതേപോലെ ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡിലും നൂല് കൂടി കെട്ടിക്കൊടുക്കുന്നുണ്ട്. 2 നൂല് വേണം കെട്ടിക്കൊടുക്കാനായിട്ട്. ആവശ്യമുള്ളത്ര ലെങ്ത്തിൽ നൂലെടുക്കുക. എന്നിട്ട് അകത്ത് കെട്ടിയിട്ട് കൊടുത്തതിന് ശേഷം വേണം നൂല് പുറത്തോട്ടെടുക്കാൻ.
ഇതുപോലെ തന്നെയാണ് രണ്ട് സൈഡിലും ചെയ്യേണ്ടത്. ഇനി ഈ കയറുകൾ നല്ല ടൈറ്റായിട്ട് കൂട്ടി കെട്ടി കൊടുത്താൽ മതി. പിന്നെ ഇത് ഒന്നുകൂടി ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിലും എന്തെങ്കിലും ഡിസൈൻസ് ഒക്കെ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുഞ്ഞ് ട്രയാങ്കിൾസ് വരച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോൾസ് ഇടുക അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഡിസൈൻസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഇടുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലൂടെ ലൈറ്റ്സ് റിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ ആയിരിക്കും ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുക. ഇപ്പം നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഞാൻ ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ട് ഒരു സർക്കിൾ ഷേപ്പ് കട്ട് ചെയ്ത് ഒട്ടിക്കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് കളർഫുൾ ആയിട്ടുണ്ട്. ഈ ഒരു സിമ്പിൾ സ്റ്റാർ ഐഡിയ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതൊന്ന് കമൻറ്റ് കൂടി ചെയ്യുക. പിന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.